ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇന്ന് നമുക്കൊരു അടിപൊളി പാവയ്ക്ക പച്ചടി ഉണ്ടാക്കാം. ഒട്ടും കയ്പ് ടേസ്റ്റ് ഇല്ലാത്ത ഒരു അടിപൊളി പാവയ്ക്ക പച്ചടി. ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുണ്ടാവും, പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് പാവയ്ക്ക എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. ഞാൻ 4 ആക്കി മുറിച്ചിട്ട് ഇതുപോലെയാണ് അരിഞ്ഞെടുക്കുന്നത്. ചിലരൊക്കെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം കണ്ടിട്ടുണ്ട്. ഞാൻ അത്രയും വലിപ്പത്തിൽ അരിയാറില്ല. ഇതുപോലെ ഇത്രയും കനത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നല്ല കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. പാവയ്ക്കെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഈ ഉപ്പ് പാവയ്ക്കയിൽ പിടിക്കുന്ന പോലെ കൈ വെച്ച് നന്നായി തിരുമ്മിയിട്ടെടുക്കണം. എന്നിട്ട് കുറച്ച് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നല്ല കയ്പുള്ള പാവയ്ക്കയുടെ കയ്പിൻ്റെ കാഠിന്യം കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ പാവയ്ക്കയിൽ എന്തെങ്കിലും കെമിക്കലൊക്കെ അടിച്ചിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊരു പരിധി വരെയൊക്കെ പോവും. ഇപ്പോൾ ഉപ്പെല്ലാം പാവയ്ക്കയിൽ നന്നായി തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വയ്ക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങയും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും എരിവിനാവശ്യമായിട്ട് ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പുളിക്ക് ആവശ്യമായിട്ട് 1 കപ്പ് തൈരും കൂടെ വേണം. ഇനി ഒരു മിക്സർ ജാർ എടുത്ത് അതിലേക്ക് നമുക്ക് ഈ തേങ്ങയും കടുകും പച്ചമുളകും കൂടെ ചേർക്കാം. ഇത് അരച്ചെടുക്കാൻ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കണില്ല. ആ തൈര് വെച്ചിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം. ഞാനിന്ന് വളരെ കുറച്ച് ക്വാണ്ടിറ്റി പച്ചടിയാണ് ഉണ്ടാക്കണുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് തേങ്ങയുടെയും തൈരിൻ്റെ ഒക്കെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വയ്ക്കാം. ഇത്രയും പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മളെ പാവയ്ക്ക് ഇത് അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായി പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുക്കുമ്പോൾ ആ കയ്പിക്കല്ല നീരൊക്കെ വരണത് നമുക്ക് കാണാൻ പറ്റും. പാവയ്ക്ക് നന്നായി പിഴിഞ്ഞെടുത്ത് ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുള്ളതാണിത്. ഇപ്പോൾ പാവയ്ക്കയിൽ ഒരുവിധം കയ്പ് ടേസ്റ്റൊക്കെ പോയിട്ടുണ്ടാവും. നന്നായി കഴുകിയെടുത്തുകൊണ്ട് നമ്മൾ ചേർത്തിട്ടുള്ള ആ ഉപ്പും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർക്കാം. ഈ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ആ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പാവയ്ക്ക ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ പാവയ്ക്കയിലെ വെള്ളമൊക്കെ വലിയണ വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കില്ലേ, ഏകദേശം അതുപോലെയൊക്കെ തന്നെ. ഒരുവിധ ആൾക്കാരൊക്കെ ഇത് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കണമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ മുക്കി പൊരിച്ചെടുക്കണതിന് പകരം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം നമ്മളെ പാവയ്ക്ക് ഏകദേശം ഇവിടെ വാടി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ ഇത് എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിലുള്ള വെള്ളമൊക്കെ നന്നായി വലിയണ വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയിൽ മുക്കി പൊരിച്ചുണ്ടാക്കണേക്കാൾ കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ മുക്കി പൊരിച്ചെടുക്കുമ്പോൾ ഒരുപാട് എണ്ണ വേസ്റ്റ് ആവും. ഇതുപോലെ ആവുമ്പോൾ 1 ടീസ്പൂൺ എണ്ണയിൽ നമ്മളുടെ ഈ പരിപാടി കഴിയും. എന്നാലോ ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പം നമ്മളെ പാവയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് നമുക്ക് അതിലേക്ക് ഈ പാവയ്ക്ക് മാറ്റാം. പാവയ്ക്കയിലെ വെള്ളമൊക്കെ വലിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചതിൻ്റെ പകുതിയായി മാറി. പാവയ്ക്ക് ഒന്നും കൂടെ മൂപ്പിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കാം. ഞാൻ ഇന്ന് ഇത്രേ ചെയ്യണുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പാവയ്ക്ക് ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ അരപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. പാവയ്ക്കയിൽ നമ്മൾ ഉപ്പ് തിരുമ്മി പിടിപ്പിച്ചുകൊണ്ട് അതിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചാൽ നമ്മളെ പാവയ്ക്ക പച്ചടി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. നമുക്കിതൊന്ന് വറുത്തിടണം. അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും കൂടെ ചേർക്കാം. കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും നന്നായി മൂത്ത് വന്നാൽ നമുക്കതെടുത്തിട്ട് നമ്മളെ പച്ചടിയിലേക്ക് ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മളുടെ അടിപൊളി ടേസ്റ്റുള്ള പാവയ്ക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ കയ്പില്ലാത്ത നല്ല അടിപൊളി പച്ചടിയാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെയാണോ പാവയ്ക്ക പച്ചടി ഉണ്ടാക്കാറ് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. ചില ഭാഗങ്ങളിൽ ഇതിന് പച്ചടി പറയും, ചില ഭാഗങ്ങളിൽ ഇതിനെ കിച്ചടി പറയും. സത്യത്തിൽ ഇത് പച്ചടിയാണോ കിച്ചടിയാണോ എന്നുള്ള കൺഫ്യൂഷൻ എനിക്കുണ്ട്. പേരിനിപ്പോൾ എന്തായാലും ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.